ഹലോ ഫ്രണ്ട്സ്, ഹോംലി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് കപ്പ വെച്ചിട്ടൊരു അടിപൊളി റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഒരു 2 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1/4 സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. 1 സ്പൂൺ ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു നുള്ള് ഉപ്പ് കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കപ്പ കൊത്തി അരിഞ്ഞ് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ട് അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം മുട്ട ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് കൊത്തി ഇളക്കി കൊടുക്കുക. മുട്ട റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതേ പാനിൽ തന്നെ 2 സ്പൂൺ ചാറ്റ് മസാല എടുത്തിട്ടുണ്ട്. ചാറ്റ് മസാല ഇല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ആയാലും മതി. അപ്പോൾ ചിക്കൻ മസാല ആണെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ എടുത്താൽ മതിയാവും. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1/2 സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ പോയി വരുന്ന സമയം നമ്മളിതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വെക്കണം. നമ്മൾ കപ്പ വെച്ചിട്ട് ഒരു നൂഡിൽസാണ് ചെയ്യാൻ പോകുന്നത്. കപ്പ എഗ് നൂഡിൽസ് നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഈ വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കപ്പ എങ്ങനെ കഴിച്ചാലും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു കപ്പ ആഡ് ചെയ്ത് കൊടുക്കുക. കപ്പ നന്നായി കുറുകി വന്നതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു മുട്ട കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റുള്ള റെസിപ്പി തന്നെയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുകയും വേണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കാണ്ടിരിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പം നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റി മുകളിലായിട്ട് കുറച്ച് മല്ലിച്ചപ്പും ചെറുതായി കട്ട് ചെയ്ത സവോളയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക.